നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാങ്കിങ് കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1949. ബാങ്കിങ് കമ്പനീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 16th March 1949. The Banking Companies Act was renamed as Banking Regulation Act in 1966. 1949 ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അത് റീനെയിം ചെയ്തിട്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആക്കിയത് 1966 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ 1965 ആൻഡ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st March 1966. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അത് 1965 മുതലാണ് അപ്ലിക്കബിൾ ആയത്. നിലവിൽ വന്നത് 1st March 1966. Banking Regulation Act is not applicable to land development banks. The Banking Companies Act, Section 23, required the banks to obtain the permission of the Reserve Bank before opening a new place of business as per new branch licensing policy in May 1962. അതായത് ബാങ്കിങ് കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 23 പ്രകാരം നമ്മൾ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്ക്സ് റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ റിക്വയർ ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 23 പറയുന്നത്. ന്യൂ ബ്രാഞ്ചിങ് ലൈസൻസിങ് പോളിസിയുടെ ഇയറാണ് 1962. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 1995 വാസ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഇപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ ഇയർ 1995 ആണ്. പിന്നെ SLR ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 24 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. SLR എന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 24 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അപ്പോൾ അതിൽ നമ്മൾ സെക്ഷൻ 23 പഠിച്ചു, 24 ഉണ്ട്. പിന്നെ ദ പ്രൊവിഷൻ ഓഫ് റെഗുലേറ്റിംഗ് ദ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ലേ ഡൗൺ ഇൻ പാർട്ട് 5 അണ്ടർ സെക്ഷൻ 56 ഓഫ് BR ആക്ട്. സെക്ഷൻ 56 പ്രൊവിഷൻ ഫോർ റെഗുലേറ്റിംഗ് ദ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ 3 സെക്ഷനാണ് പഠിച്ചത്. സെക്ഷൻ 23 അത് ന്യൂ ബ്രാഞ്ച് ലൈസൻസിങ് പോളിസി. പിന്നെ സെക്ഷൻ 24 വന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ റെഗുലേഷനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 56. അപ്പോൾ ഇത്രയാണ് ബാങ്കിങ് കമ്പനീസ് അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്.